വിസി നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയെ നിയമിച്ച ഗവർണറുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സർക്കാർ. ഹൈക്കോടതിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, വിസി നിയമനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ച ഗവർണറുടെ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ കോടതിയിലേക്ക് പോവുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ജന, അതായത് നമുക്കൊക്കെ അറിയുന്നത് പോലെ വളരെ വിവാദമായ ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസം ഗവർണർ, അതായത് ചാൻസലർ പുറപ്പെടുവിച്ചിരുന്നു. കേരളത്തിലെ 6 സർവകലാശാലകളിലേക്ക് വിസിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ടുള്ളതായിരുന്നു അത്തരമൊരു സർക്കുലർ. ആ സർക്കുലർ വലിയ വിവാദമായിരുന്നു. സ്വാഭാവികമായും എല്ലാ നിയമങ്ങൾക്കും, അതാത് സർവകലാശാലകളുടെ നിയമങ്ങൾക്കും UGC റെഗുലേഷൻസിനും ഒക്കെ വിരുദ്ധമായൊരു നീക്കം ഗവർണർ നടത്തുന്നു എന്ന് പരാതി ഉയർന്നിരുന്നു. ആ നിയമവിരുദ്ധ നടപടിക്കെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്തു. പക്ഷേ അതിൽ ഇന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. ഡോക്ടർ മേരി ജോർജ് സമർപ്പിച്ച ഒരു ഹർജി കോടതിയുടെ പരിഗണനയിൽ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അതായത് കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും സ്ഥിരം വിസിമാരെ നിയോഗിക്കാൻ തീരുമാനിക്കണം, നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയുണ്ട്. ഹർജി കുറേ നാളുകളായി കോടതിയിൽ വന്ന് മാറ്റിവെച്ച് പോകുന്നതാണ്. അത് ഇന്ന് കേസ് കോടതി എടുത്തപ്പോഴാണ് അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായി ഒരു കാര്യം വിശദമാക്കിയത്. ഇങ്ങനെ ഒരു നടപടി ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് കേരളത്തിലെ 6 സർവകലാശാലകളിൽ വിസിമാരെ നിയോഗിക്കുന്നതിന് വേണ്ടി സെർച്ച് കമ്മിറ്റിയെ ചാൻസലർ സ്വന്തം ഇഷ്ടപ്രകാരം നിയോഗിച്ചിരിക്കുകയാണ്. അത് നിയമപരമല്ല. അതിനെതിരെ സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. വൈകാതെ തന്നെ കോടതിയെ ഈ വിഷയവുമായി കോടതിയിലെത്തും സർക്കാർ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ ഹർജി ഫയൽ ചെയ്തിട്ടില്ല, പക്ഷേ ഉടനെ കോടതിയിൽ ഹർജിയുമായി എത്തും എന്നുള്ളതാണ്. സർക്കാർ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വിശദീകരിച്ചൊരു കാര്യമുണ്ട്. ഈ സെർച്ച് കമ്മിറ്റിയിൽ സർവകലാശാലയുടെ പ്രതിനിധി ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് UGCയുടെയും ചാൻസലറുടെ, അതായത് ഗവർണറുടെയും നോമിനി മാത്രം വെച്ചൊരു സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കുന്ന വളരെ വിചിത്രമായൊരു നിലപാടാണ് ഗവർണർ, അതായത് ചാൻസലർ സ്വീകരിച്ചത്. അതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അക്കാര്യത്തിൽ ഇനി നിയമ പോരാട്ടത്തിന് കൂടി വഴി തുറക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതാണ് ഇന്ന് കോടതിയിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് ഉടനെ തന്നെ ഒരു ഹർജി കോടതിയിലെത്തും എന്നാണ് അതിൻ്റെ അർത്ഥം. വരും ദിവസങ്ങളിൽ കോടതിയിൽ ഇത് സംബന്ധിച്ച് വലിയ നിയമ പോരാട്ടത്തിനുള്ള വഴി തുറക്കുകയാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സാലി മുഹമ്മദാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും വിസി നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയെ നിയമിച്ച ഗവർണറുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.